പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോര തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോര തുള്ളിയാൽ കഴുകേണമിവരെ ഇന്ന് പൊന്നു കർത്താവേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ അങ്ങയുടെ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെ, വസിക്കുന്ന വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ, ഉപജീവന മാർഗങ്ങളെ എല്ലാം കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എല്ലാ പൈശാചിക ശക്തികളും, അന്ധകാര ശക്തികളും, പാപശക്തികള്, രോഗശക്തികള് യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ ഈ മക്കളെ എന്നേക്കുമായി വിട്ടുമാറി പോകട്ടെ. അതിനാൽ തന്നെ തടസ്സങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, രോഗങ്ങള് യേശുവിന്റെ രക്തത്താൽ തന്നെ മാറിപ്പോകട്ടെ, നീങ്ങിപ്പോകട്ടെ, നിർവീര്യമാക്കപ്പെടട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ രക്തത്തിലൂടെ നമ്മൾ രക്ഷ കൈവരിച്ചെടുക്കണം. ഇന്ന് ഒത്തിരിയേറെ നമ്മുടെ പ്രശ്നത്തിന്റെ പിന്നിലുള്ള കാരണം പാപത്തിന്റെ അനന്തര ഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക ശക്തികളും അതിലൂടെ നമ്മിലേക്ക് വന്ന അടിമത്തങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, രോഗങ്ങളാക്കി, തടസ്സങ്ങളാക്കി നമ്മെ കെട്ടിപ്പൊട്ടി ബന്ധിച്ചിട്ടിരിക്കുമ്പോ അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്തത്തെ, ഈ ബലിയെ അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കി സ്വീകരിക്കാതെ പോയതാണ് കാരണം. നമുക്ക് എന്തിനും ഏതിനും വഴിയുണ്ട്, നമുക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞ് അനുഭവിച്ച് സ്വന്തമാക്കി കർത്താവിന്റെ രക്തത്തിന്റെ സാന്നിധ്യമുള്ള ഉദാശകൾ ദിവസങ്ങൾ അതിനെ കുറിച്ച് അച്ഛൻ പറയും. കർത്താവ് സന്ദേശങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കി നിയമത്തിന്റെയും വചനത്തിന്റെയും പൂർത്തീകരണമായ കർത്താവിന് കുരിശു മരണത്തിലൂടെ ചിന്തപ്പെട്ട രക്ഷാകരമായ തിരുരക്തത്തെ നമ്മൾ ആരാധിച്ച് സ്വന്തമാക്കി സ്വീകരിച്ചാൽ മതി. ഈ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറും. വിവാഹം നടക്കും, മക്കൾ ഉണ്ടാകും, ജോലി കിട്ടും, വിജയം ലഭിക്കും, പരീക്ഷ പാസ്സാകും, രോഗം മാറും, പിശാചിന്റെ കെട്ടുകൾ പൊട്ടും, ആധിപത്യങ്ങൾ, അധികാരികൾ അവസാനിക്കും, മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്ര, വശീകരണ ശക്തികൾ നിർവീര്യമാക്കപ്പെടും. കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തില് എത്രമാത്രം ആഴത്തിൽ ഇടപെടുന്നു എന്നതിന്റെ വലിയ അടയാളമാണ് തിരുരക്തം. അതായത് ദൈവം തന്റെ രക്തം നൽകിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ ജീവന്റെ സമൃദ്ധിയാകുന്ന ജീവന്റെ രക്തം നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ അവസ്ഥയില്, നമ്മുടെ രോഗങ്ങളില്, നമ്മുടെ തകർച്ചകളില് അതുപോലെ ആഴത്തിൽ ഇടപെടുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, അതിന്റെ ശക്തി നമ്മൾ അനുഭവിക്കും. വിശുദ്ധ കുർബാന സ്ഥാപിച്ച പെസഹ വ്യാഴാഴ്ച ഈശോ പറഞ്ഞു, നിങ്ങളുടെ പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്. അത്രമാത്രം വലിയ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട് നമ്മുടെ കർത്താവിന്റെ ബലിക്കും തിരുരക്തത്തിനും. അത് വിലമതിച്ച് നമ്മൾ സ്വന്തമാക്കിയാൽ നമ്മുടെ രക്ഷ അതിലൂടെ തന്നെ സാധ്യതമാകും. എന്നാൽ കട്ടമേന്ന് പറയട്ടെ, ഇത് അറിഞ്ഞ് അനുഭവിച്ച് ബലിയർപ്പിച്ച് ഈ രക്തത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവനും ആ വലിയ സൗഖ്യവും വിടുതലും എല്ലാം ഈ രക്തത്തിലൂടെ കർത്താവ് നൽകി കഴിഞ്ഞു. അത് സ്വന്തമാക്കി എടുക്കുക. അതാണ് എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തില് 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പറയുകയാണ്. അവൻ അവിടെ പ്രവേശിച്ചത്, ബലിപീഠത്തില് പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. നമ്മൾ ഇന്നലെ പഴയ നിയമത്തില് കോലാടുകള് അല്ലെങ്കിൽ കാളക്കിടാങ്ങള്
അവർ രക്തം ചിന്തിക്കൊണ്ട് പുരോഹിതന്മാര് ബലിയർപ്പിച്ചു. എന്നാൽ നിത്യ പുരോഹിതനായ യേശു ഈ ബലി അർപ്പിച്ചത് കാളക്കിടാങ്ങളുടെയോ കോലാടുകളുടെയോ രക്തം കൊണ്ടല്ല, പിന്നെയോ സ്വന്തം രക്തം കൊണ്ടാണ് ഈ രക്ഷ സാധിച്ചത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ രക്ഷ നമുക്ക് വേണ്ടി എന്നും നൽകിക്കൊണ്ട് ഈ കുരിശിലെ ബലി അർപ്പിക്കുമ്പോ അത് അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു വിശുദ്ധ കുർബാന പോലെ നമ്മൾ മുടക്കില്ല. ഒരു തിരുരക്തത്തെ, തിരുശരീരത്തെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ പൗരോഹിത്യത്തിന് ഈ കുർബാന ബന്ധം, തിരുരക്ത ബന്ധം, തിരുശരീര ബന്ധമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വേദന പറഞ്ഞോട്ടെ. ഇതൊക്കെ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഈ രക്തത്തിന്റെ, ഈ ബലിയുടെ, ഈ സമർപ്പണത്തിന്റെ, ഈ ത്യാഗത്തിന്റെ, ഈ തിരുരക്ത ആരാധനയുടെ സാന്നിധ്യം നൽകുന്ന തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം. ഈ കർത്താവിനെ നമ്മൾ ഇന്ന് കാണണം, ഈ കർത്താവിനെ നോക്കണം, ഈ കർത്താവിന് ചിന്തപ്പെട്ട രക്തത്തെ നമ്മൾ കണ്ട് അനുഭവിച്ച് സ്വീകരിക്കണം. ഇന്ന് പല പള്ളികളിലും സങ്കടത്തോടെ പറയണം, മക്കളെ, അൾത്താരയിൽ നിന്ന് ഈ തൂങ്ങപ്പെട്ട രൂപം നീക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറയും, ഈ രക്തത്തെ ഓർക്കണം, അനുസ്മരിപ്പിക്കണം. നമ്മളിപ്പോ ഒരു പള്ളി ചെല്ലുമ്പോ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം, ഇതിന് താഴെ സക്രാരി, അത് കാണുമ്പോ തന്നെ നമ്മൾ ഓർക്കും, എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ തിരുരക്തം, എനിക്ക് വേണ്ടി കീറിമുറിയപ്പെട്ട യേശുവിന്റെ തിരുശരീരം, എനിക്ക് വേണ്ടി എന്നെ ഇതുപോലെ ആഴത്തിൽ സ്നേഹിച്ച എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പാരമ്യം അത് തൂങ്ങപ്പെട്ട ക്രൂശിത രൂപത്തിൽ മക്കളെ നമ്മൾ അനുഭവിക്കും, നമ്മൾ കാണും, അനുസ്മരിക്കും. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് മാറ്റുന്ന പ്രവൃത്തികൾ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് സങ്കടത്തോടെ പറയട്ടെ, നമ്മുടെ കൈകളില്, നമ്മുടെ നോക്കത്തും ദൂരത്ത് ഈ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം നമ്മൾ എന്നും കാണണം. ആ ക്രൂശിതനെ ചുംബിക്കണം, അവന്റെ രക്തത്തെ കാണണം, ആ രക്തത്തെ സ്വീകരിക്കണം, ആ രക്തത്തെ ആരാധിക്കണം, ആ രക്തത്തിലൂടെ അർപ്പിക്കപ്പെട്ട ബലി സ്വന്തമാക്കണം. അവിടെ ഇല്ലാതെ രക്ഷയില്ല. നിലച്ച പറഞ്ഞില്ലേ, കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ പാപികളായ നമ്മൾ, പാപത്താൽ നിറയപ്പെട്ട ലോകം ഈ രക്താർപ്പിത ബലിയർപ്പിച്ച് ഈ ക്രൂശിതനെ സ്വന്തമാക്കി നമ്മൾ ജീവിക്കണം, നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഇത് പിശാച് മറച്ചു കളയുന്നത്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 2:2 പൗലോസ്ലീഹ പറഞ്ഞ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. That is the gospel. ഇന്ന് സത്യസുവിശേഷം മറച്ചു വയ്ക്കുന്ന പൈശാചിക പ്രവൃത്തികൾ നമ്മുടെ ദേവാലയങ്ങളിൽ, സഭയിൽ സംഭവിക്കുമ്പോ മനുഷ്യന്റെ സത്യരക്ഷ മറച്ചുകളയാ, അടച്ചുകളയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത് വലിയ തിന്മയാണ്, വലിയ പൈശാചികതയാണ്. അത് വേദനയോടെ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട മക്കളെ, അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതുകൊണ്ട് കർത്താവ് ഇത്രമാത്രം ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ആ ബലിപീഠത്തിൽ പ്രവേശിച്ച് കോലാടിന്റെയോ കാളക്കിടാങ്ങളെയോ രക്തം കൊണ്ടല്ല, തന്റെ രക്തം കൊണ്ട് നമ്മെ രക്ഷിച്ച, നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ച ആ കർത്താവിനെയും കർത്താവിന്റെ രക്തത്തെയും സ്വീകരിക്കുവാൻ, അതിലൂടെ രക്ഷ സ്വന്തമാക്കുവാൻ നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും സഭയ്ക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യകാര സന്നദ്ധയില് കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത്, ആഴത്തിൽ ഇടപെട്ടതിനെ ഓർത്ത്, ആ രക്തത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, വിശുദ്ധമേ നമ്മുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ഇതുപോലെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങയുടെ രക്തം അവസാനത്തുള്ളിയും ചിന്തിക്കൊണ്ട്, ജീവന്റെ അപ്പമായിട്ട്, ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളുടെ കൂടെ എന്നും വസിക്കുന്ന, ലോകാവസാനം വരെ ഓരോ ബലിപീഠത്തിലും രക്തം ചിന്തി അർപ്പിക്കുന്ന ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത്, അങ്ങയുടെ വലിയ കരുണയോർത്ത്, അതിലൂടെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക് നൽകുന്ന രക്ഷയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തില് എന്തുമാത്രം ആഴത്തിലാണ് അങ്ങ് ഇടപെടുന്നതെന്ന് ഈ രക്തദാനത്തിലൂടെ, സ്വയം ദാനമാകുന്ന രക്തദാനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തത്, ഞങ്ങളെ രക്ഷിച്ചത് കോലാടിന്റെയോ കാളക്കിടാങ്ങളുടെയോ രക്തം കൊണ്ടല്ലല്ലോ, അങ്ങയുടെ തന്നെ രക്തം കൊണ്ടാണല്ലോ യേശുവേ. ആ വലിയ സ്നേഹം അനുഭവിക്കാതെ പോയ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, സഭയെ ഓർത്ത്, മക്കളെ ഓർത്ത്, തലമുറയെ ഓർത്ത്, മരിച്ചു പോയവരെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അറിയട്ടെ, അങ്ങയുടെ കരുണ ഞങ്ങൾ അറിയട്ടെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി ഞങ്ങൾ കൈവരിക്കട്ടെ. അങ്ങനെ ജീവൻ പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളുടെ ജോലിയില്, പഠനത്തില്, പൗരോഹിത്യത്തില്, കുടുംബജീവിതത്തില്, യേശുവേ, സകല പ്രവൃത്തികളിലും അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി, അങ്ങയുടെ ബലിയുടെ ശക്തി, അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തി ഞങ്ങളും ലോകം മുഴുവനും, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഭവിക്കട്ടെ. ഞങ്ങൾ ഇതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. അങ്ങേ തിരുരക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ തിരുരക്തത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അങ്ങയുടെ കരുണയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ആഴത്തിൽ അനുഭവിക്കട്ടെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി ഞങ്ങൾ ആഴത്തിൽ അനുഭവിക്കട്ടെ. അതുപോലെ ആഴത്തിലാണല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ മക്കളിലും ഇടപെടുന്നത്. അനുഭവിച്ച് സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും, മക്കൾക്കും, സഭയ്ക്കും, കത്തോലിക്ക തിരുസഭയ്ക്കും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീശോയേ. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി തിരുരക്തത്തെ സ്വന്തമാക്കി രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്വയെ തൊട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവേ, തിരുരക്തത്തിലൂടെ ആ ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരുന്ന കർത്താവേ, അത് സ്വന്തമാക്കാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ.